നമസ്കാരം, ഞാൻ ഡോക്ടർ ശുഭ സുരേഷ്, CP ആയുർവേദ ഹോസ്പിറ്റൽ, റേറോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. ഇന്ന് എൻ്റെ ടോപ്പിക്കും ഒരു തലവേദനയെക്കുറിച്ചാണ്. ചെന്നിക്കുത്ത് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മൈഗ്രെയിൻ തലവേദന അത്ര നിസ്സാരക്കാരനല്ല. ഒരിക്കലെങ്കിലും മൈഗ്രെയിൻ തലവേദന അനുഭവിച്ചവർക്ക് അറിയാം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എത്രമാത്രം ബുദ്ധിമുട്ടിലാക്കുമെന്ന്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ രോഗികൾ തലവേദനയുമായി എത്തുന്നത് അത് മൈഗ്രെയിൻ ആണെന്ന് തിരിച്ചറിയാതെയാണ്. എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഏത് തരത്തിലുള്ള തലവേദനയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീകളിലാണ് കൂടുതലായി ഇത്തരം തലവേദന കാണപ്പെടുന്നത്. അതുതന്നെ ഒരു 16-17 വയസ്സ് മുതൽ 45-50 വയസ്സ് വരെയുള്ളവരിൽ ഈ തലവേദന കൂടുതലായി കാണപ്പെടുന്നു. ആയുർവേദത്തിൽ ഇതിന് അർത്ഥാവഭേദകം എന്നാണ് പറയപ്പെടുന്നത്. അതായത് തലയുടെ ഏതെങ്കിലും ഒരു വശത്ത് കൂടുതലായി കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. സാധാരണ ഉണ്ടാകുന്ന തലവേദനകൾ ഒരു പെയിൻ ബാം പുരട്ടുകയോ അല്പസമയം റെസ്റ്റ് എടുക്കുകയോ ചെയ്താൽ കുറയുന്നതാണ്. എന്നാൽ മൈഗ്രെയിൻ തലവേദന അങ്ങനെയല്ല. അതിന് ചില പ്രത്യേക ലക്ഷണങ്ങളാണ് ഇതിനെ മറ്റു തലവേദനയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ തലവേദന തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തലവേദനയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ചിലർക്ക് തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയം പോലെ രൂപപ്പെടുന്നതാണ്. അതിനെ നമുക്ക് ഓറ എന്ന് പറയാം. ഇതുകൂടാതെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുക, ഓക്കാനം, ഛർദി, മാനസികമായ ചില വൈഷമ്യങ്ങൾ, അതായത് വിഷാദം, സങ്കടം മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമായി കാണാം. പലപ്പോഴും മൈഗ്രെയിൻ രോഗികൾ വീട്ടിലെ കുടുംബത്തിലുള്ള ചില വിവാഹം പോലുള്ള ഫംഗ്ഷനുകൾക്ക് പോയി കഴിഞ്ഞാൽ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനൊന്നും പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ശബ്ദമോ വെളിച്ചമോ ഇല്ലാത്തൊരു ഇരുട്ടുമുറിയിൽ റെസ്റ്റ് എടുക്കാനാണ് തോന്നുക. അതുതന്നെ ഈ തലവേദനയുടെ ഒരു പ്രത്യേകതയാണ്. ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഓക്കാനം ഉണ്ടാവും, അതുപോലെ തന്നെ ഛർദിയും ഉണ്ടാവും. ഛർദിച്ചു പോയി കഴിഞ്ഞാൽ പലപ്പോഴും തലവേദനയുടെ ശക്തി കുറയുന്നതായി കാണുന്നുണ്ട്. ഇത്തരം തലവേദന ഉണ്ടാവുന്നത് പ്രധാനമായും ചില റിസ്ക് ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നാണ് ഇതിന് പറയുക. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമുക്ക് പലതും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവയാണ്. ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ തലവേദനയ്ക്ക് ഒരു പരിധി വരെ ശമനം ഉണ്ടാവുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, കൂടുതലായിട്ട് അധ്വാനിക്കുക, അതായത് ശീലമില്ലാത്തവർ വെയിൽ കൊള്ളുക, കൂടുതൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഉറക്കളയ്ക്കുക. പരീക്ഷാ സമയമൊക്കെ ആകുമ്പോൾ കുട്ടികൾ പൊതുവേ സ്ട്രെസ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി ഉറക്കളയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ തലവേദനയെ കൂട്ടുന്നതാണ്. അതുപോലെ എരിവ്, പുളി മുതലായ ആസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക, ഫാസ്റ്റ് ഫുഡ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഇതും തലവേദനയ്ക്കൊരു കാരണമാണ്. കൂടാതെ സ്ക്രീൻ ടൈം കൂടുന്നത്, മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് തലവേദന കൂടുതലായിട്ടുണ്ടായി കാണുന്നുണ്ട്. ഈ മൈഗ്രെയിൻ തലവേദന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു കൃത്യമായ ആവർത്തനം ഉണ്ടാകുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണ. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവത്തോടനുബന്ധിച്ച് അതിന് മുൻപോ പിൻപോ ഒക്കെ ആയിട്ട് തലവേദന ഉണ്ടായി കാണാറുണ്ട്. ഈ മൈഗ്രെയിൻ തലവേദനയുള്ളവർ ഭക്ഷണക്കാര്യത്തിൽ പ്രധാനമായും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ഉറക്കളയ്ക്കാതിരിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, അതുപോലെ വയറ് കായാതിരിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എരിവ് പുളിയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. മോരൊക്കെ ആയുർവേദത്തിൽ നല്ല ഭക്ഷണമായിട്ടാണ് പറയുന്നത്. പക്ഷേ മൈഗ്രെയിൻ തലവേദനയുള്ളവർ പുളിയുള്ള ഫ്രൂട്ട്സ് ആയാലും തൈരോ മോരോ ഒക്കെ ആയാലും ഒഴിവാക്കുന്നതാണ് നല്ലത്. ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് ചികിത്സകൾ പറയുന്നുണ്ട്. അത് ശമന ചികിത്സയുമുണ്ട്, ശോധന ചികിത്സയുമുണ്ട്. പ്രധാനമായും തലവേദനയുള്ളപ്പോൾ നമുക്ക് ഈ കറുത്ത ഗുളിക എന്ന ആയുർവേദത്തിലൊരു ഗുളികയാണ്. അത് ക്ഷീരബലയിൽ ചാലിച്ചിട്ട് നെറ്റിയിൽ പുരട്ടുന്നത് ആശ്വാസം കിട്ടും. മറ്റൊരു കാര്യം, തലവേദന ഉള്ളപ്പോൾ നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ വീട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് തലയിൽ നന്നായി വെള്ളം ഒഴിച്ച് കുളിക്കുന്നതും തലവേദനയ്ക്ക് ആശ്വാസം കിട്ടും. ഏറ്റവും നല്ലത് നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേദന കുറയുന്നതായി കാണാറുണ്ട്. അതുപോലെ ചില യോഗാസനങ്ങൾ പറയുന്നുണ്ട്. മെഡിറ്റേഷൻ നല്ലൊരു തലവേദന കുറയ്ക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. ശോധന ചികിത്സയിൽ നസ്യകർമ്മം, അതായത് മൂക്കിൽ മരുന്നൊഴിക്കുക, ശിരോവസ്തി, ശിരോധാര, ഇവയൊക്കെ തലവേദനയ്ക്ക് നല്ല ഗുണം ചെയ്യും. ഇത്തരം കാര്യങ്ങളോടൊപ്പം അസിഡിറ്റി കുറയ്ക്കുന്ന പോലെയുള്ള മരുന്നുകൾ, തലവേദന കാരണം ഉണ്ടാക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി മൈഗ്രെയിൻ ഒഴിവാക്കാൻ പറ്റുന്നതാണ്.